കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മോനെ മോനെ രഘു, നിനക്ക് എന്തു പറ്റി? ഒന്നുമില്ലമ്മേ, ഫുഡ് പോയിസൺ ആയതാ. ഹോസ്പിറ്റലിൽ കാണിച്ചു, വേറെ കുഴപ്പമൊന്നുമില്ല. എന്താ രഘു ഇത്? ബാക്കിയുള്ളവരെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. മോമ്പ കുറച്ചു നേരം വന്ന് കിടക്ക്. യമുന, ആ കർപ്പൂര തട്ടം ഇങ്ങ് എടുത്തോണ്ട് വാ. ശരി. രഘു, നീ എവിടുന്ന് ആഹാരം കഴിച്ചത്? എന്താ കഴിച്ചത്? അമ്മ ഇനി അവനെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കണ്ട. അവൻ ഇഷ്ടമുള്ളതെന്തോ അവൻ വാങ്ങിക്കഴിച്ചു. അത് ശരീരം റിജക്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി പേടിക്കാനൊന്നുമില്ല. രഘു മംഗളകാര്യം കഴിഞ്ഞിട്ട് വരുന്നതല്ല, വയ്യാതെ വരുന്നതാ. അതുകൊണ്ട് എന്തിനാ ശ്രീലക്ഷ്മി ഈ പ്രഹസനം? പ്രഹസനമൊന്നും അല്ല, അനിയൻ ജീവൻ മരണ പോരാട്ടം കഴിഞ്ഞായി വരുന്നത്. ഫുഡ് പോയ്സൺ എങ്ങനെ ജീവൻ മരണ പോരാട്ടമാവും? അസുഖം വന്ന് രക്ഷപ്പെടുന്നൊക്കെ ജീവൻ മരണ പോരാട്ടം തന്നെയാ. രഘു, നീ എന്തിനാ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല അമ്മേ, അതിന് മാത്രം ഒന്നും അവൻ കഴിച്ചിട്ടില്ല. വന്നത് എന്തായാലും വന്ന്, ഇനി അതിനെ കുറിച്ച് സംസാരിച്ചു നിന്നിട്ട് എന്താ കാര്യം? അനിയനെ പിടിച്ചോണ്ടേ കിടത്ത എല്ലാവർക്കും കൂടെ. അപ്പോഴേക്കും അനിയന് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി തരാം നമ്മള്. ചെല്ലു മോനെ. സ്വന്തം ഭർത്താവ് വയ്യാതെ വരുമ്പോ ഒരു ജ്യൂസ് എങ്കിലും ഉണ്ടാക്കി കൊടുക്കാം, കേട്ടോ രേഖ? അതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറച്ച് കഷ്ടമാണ്. അതെയോ? മറ്റന്നാളോ? ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇപ്പൊ ആശാന് സമാധാനായില്ലേ? എനിക്ക് ഭയങ്കര വെപ്രാളായിപ്പോയി. അനിയന് പെട്ടെന്ന് വയ്യാതായപ്പോഴേ ചങ്കിലൊരു തീയായിരുന്നു. അല്ല ആശാനെ, അനിയനെ ചതിച്ചവനെ കിട്ടിയാ? അവന്റെ കാര്യം രാജാറാം നോക്കിക്കോളൂ. എന്തായാലും ഇപ്പൊ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോഴാ ശ്വാസം നേരെ വീണത്. തനിക്ക് സന്തോഷമായോ? സന്തോഷമായോന്നാ? പിന്നെ അല്ലാതെ. എങ്കിൽ ഇതിനേക്കാൾ വലിയ സന്തോഷം തരുന്നൊരു കാര്യം പറയട്ടെ. എന്താ ആശാനെ? ഡോക്ടർ ഇപ്പോൾ വിളിച്ചിരുന്നു. മറ്റന്നാളാണ് തന്റെ ചേച്ചിയുടെ ഓപ്പറേഷൻ. നേരോ? എന്റെ ആയിരം വലിയ തമ്പുരാനെ, അപ്പൊ മറ്റന്നാൾ ചേച്ചിക്ക് കാഴ്ച കിട്ടുമെന്ന്. എന്താ കൂടുതൽ സന്തോഷമായില്ലേ? ചേച്ചിയോട് ഈ വാർത്ത താൻ തന്നെ പറഞ്ഞേക്ക്. കണ്ണാ, കണ്ണാ.
ചേച്ചി കൺമണി മോളെ, വലിയൊരു വിശേഷം പറയാനാ നമ്മള് വിളിച്ചത്. എന്താ മോളെ വിശേഷം? അത് അല്ലെങ്കിൽ ചേച്ചി എന്നെ ഊഹിച്ചു നോക്കിയേ, എന്തായിരിക്കും വിശേഷം? വിശേഷം എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നില്ല. നമ്മൾ തന്നെ പറയാം. ആ, നമ്മൾ ഇത്രയും നാള് കാത്തിരുന്ന ദിവസമാണ് മറ്റന്നാള്. അതായത് മറ്റന്നാളാണ് എന്റെ ചേച്ചിയുടെ കണ്ണ് ഓപ്പറേഷൻ നടക്കണത്. നേരാണോ മോളെ? ആ സത്യം, ആശാൻ ഇപ്പൊ നമ്മളോട് പറഞ്ഞതാ. ഈശ്വര, എനിക്കങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചേച്ചിക്ക് സന്തോഷായില്ലേ? സന്തോഷായോന്നോ? അതെന്ത് ചോദ്യോ കൺമണി? ആ കണ്ണൻ എവിടെ ചേച്ചി? ഇവിടെ എവിടെയോ ഉണ്ട്. അവനോടും പറഞ്ഞേക്ക് ഇക്കാര്യം. ആ, ആ എന്നാ പിന്നെ നമ്മൾ വെക്കട്ടെ, പിന്നീട് വിളിക്കാം. ശരി മോളെ. കണ്ണാ, കണ്ണാ. ഇനി പറ, നീ ഇപ്പൊ കേട്ടതൊക്കെ അടിസ്ഥാനമാക്കി പറയും. ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ സംശയം ശരിയായിരുന്നു എന്ന് മനസ്സിലായി. ഹാ, ഇനി നമ്മൾ എന്താ അമ്മ ചെയ്യാൻ പോകുന്നത്? ഇത്രയും നാളും സംശയത്തോട് വെച്ച ഓരോ ചുവടും ഇനി മുതൽ നമ്മൾ ഉറപ്പിച്ചു വെക്കണം. മറ്റന്നാളാണ് അപ്പൊ അവളുടെ ചേച്ചിയുടെ ഓപ്പറേഷൻ. അവൾ ശ്രീലക്ഷ്മി അല്ല കൺമണിയാണെന്ന് അവള് തന്നെ ഇപ്പൊ പറഞ്ഞ് നമ്മൾ അറിഞ്ഞതുപോലെ ഇവിടെ എല്ലാവരോടും അവള് തന്നെ പറയണം. അതിനായിരിക്കണം ഇനിയുള്ള ഓരോ കളിയും. ചേച്ചി ആ ഫോണൊന്ന് തരൂ. അതൊക്കെ തരാം. നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു? നീ ആദ്യം എന്റെ അടുത്തേക്കൊന്ന് വന്നേ. ഞാനിവിടെ ഉണ്ട് ചേച്ചി. എന്താ ചേച്ചി? നീയൊരു വിശേഷം അറിഞ്ഞോ? എന്ത് വിശേഷം? ഞെട്ടരുത്. ചേച്ചി കാര്യം പറ. മറ്റന്നാളാ ചേച്ചിയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ. ഏ ആണോ? ആ, ഇപ്പൊ കൺമണി വിളിച്ച് പറഞ്ഞതാ. ചേച്ചി അത് സന്തോഷമുള്ള കാര്യമല്ലേ? പിന്നെ എന്തിനാ ചേച്ചി കരയുന്നത്? സന്തോഷം കൊണ്ട് കരഞ്ഞതാ. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യം നടക്കാൻ പോവല്ലേ, അതിന്റെ സന്തോഷാ. കൺമണി ചേച്ചിക്കും വലിയ സന്തോഷമായി കാണും. എന്നെക്കാളും വലിയ സന്തോഷം അവൾക്കാവും. പാവം, എന്തെല്ലാം കഷ്ടപ്പാടുകളാ എനിക്ക് വേണ്ടി അവൾ സഹിക്കുന്നത്. അപ്പോ കൺമണി ചേച്ചിയെ പോലെ ദേവി ചേച്ചിക്കും എന്നെ കാണാൻ പറ്റൂല്ലേ? ആ, ഞാനിത് രണ്ടാമത്തെ തവണയാ മേഡത്തോട് ചോദിക്കുന്നത്. ഈ സമയത്ത് ഇങ്ങനൊരു സ്ഥലത്ത് എന്തിനാ മേഡം എന്നോട് വരാൻ പറഞ്ഞതെന്ന്? പറയാം രാജാറാം സർ. പറയുന്നതിന് മുൻപ് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഒന്നുകൂടി ആലോചിക്കാൻ എടുക്കുന്ന സമയം, അത്രയേ ഉള്ളൂ. അറിഞ്ഞുകൊണ്ട് അബദ്ധം പറയാൻ പാടില്ലല്ലോ. അത് ശരി. അപ്പോ മേഡത്തിന് എന്തോ ഗൗരവമുള്ള കാര്യമാണ് എന്നോട് പറയാനുള്ളതെന്ന് മനസ്സിലായി. ഒഫീഷ്യലായാലും അൺഒഫീഷ്യലായാലും വിഷയം അറിഞ്ഞാൽ മാത്രമേ അഭിപ്രായം പറയാൻ പറ്റൂ. ആരും ഒരിക്കലും ചോദിക്കുന്ന ഊഹം പോലും ഇല്ലാത്തൊരു കാര്യമാ.
എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്. വളച്ചുകെട്ടില്ലാതെ മാഡം അത് പറഞ്ഞ വലിയ ഉപകാരമായിരുന്നേനെ. ശരി, ഞാൻ വളച്ചു കെട്ടുന്നില്ല. അപ്പൊ രാജാറാം സാറും വളച്ചു കുത്താതെ ഒരു ഉത്തരം എനിക്ക് തരണം. ഇപ്പോ രവി സാറിന്റെ ഭാര്യയായിട്ട് നമ്മുടെ മുന്നിലുള്ളത് ശരിക്കും ശ്രീലക്ഷ്മി തന്നെയാണോ? ആണെങ്കിൽ നമ്മൾ വർമ്മൻ വില്ലയിലും ഓഫീസിലും കാണുന്ന ശ്രീലക്ഷ്മി മാഡത്തിന് ശരിക്കും എന്താ പറ്റിയത്? ആക്സിഡന്റിൽ സംഭവിച്ച പ്രശ്നങ്ങളാണെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതോ ഓപ്പോസിറ്റ് ആണ് സംഭവങ്ങളുടെ കിടപ്പെങ്കിൽ സത്യാവസ്ഥ എനിക്ക് അറിയണം. മാഡം എന്തൊക്കെയാ ഈ പറയുന്നത്? ശ്രീലക്ഷ്മി അല്ലാതെ വേറെ ആര്? മാഡത്തിനും ആ ത്രിവിക്രമന്റെ അസുഖം ബാധിച്ചോ? അല്ല, ഇപ്പോഴെന്താ മാഡത്തിന് അങ്ങനെ ഒരു സംശയം? രാജാറാം സാറിനോട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. സംശയം എന്റേതല്ല. പിന്നെ അത് ശ്രീലക്ഷ്മിക്ക് ജന്മം നൽകിയ സുദർശനൻ എന്ന അച്ഛന്റെ സംശയമാണ്. ശ്രീലക്ഷ്മി മാഡത്തിന്റെ ഈ സംസാരത്തിലും പെരുമാറ്റത്തിലും ആർക്കെങ്കിലും സംശയം തോന്നിയാ നമുക്ക് കുറ്റം പറയാനൊക്കില്ലല്ലോ. എന്നിട്ട് മാഡം എന്തു പറഞ്ഞു? അത് ശ്രീലക്ഷ്മി തന്നെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോ എനിക്കും ആ സംശയമുണ്ട്. വേറെ ആരും അറിയാതെ ഇതിന്റെ ഉള്ളിൽ ഒരു ഡ്രാമ നടക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. അത്രയുള്ളൂ. എങ്കിൽ അങ്ങനൊന്നില്ല. എല്ലാത്തിനും സാക്ഷി എന്ന നിലയിൽ 100% ഞാൻ പറയുന്നു അത് ശ്രീലക്ഷ്മി തന്നെയാണെന്ന്. ഓക്കെ, സാറ് പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അത് പക്ഷേ സാറ് പറഞ്ഞതുപോലെ 100% അല്ല, ഒരു 60%. ബാക്കി 40% സംശയമായിട്ട് തന്നെ തുടരുന്നുണ്ട്. എല്ലാവരെയും മുഴുവനായിട്ടും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ രാജാറാം സാർ. 3 പേര് കണ്ണടച്ചാ ഇരുട്ടാവില്ലല്ലോ. രാജാറാം സാറ് പറഞ്ഞത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ ഇനിയും ചില സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. നമുക്ക് നോക്കാം എന്താവൂന്ന്. പക്ഷേ ഫൈനലി ജന്മം കൊടുത്ത അച്ഛന്റെ സംശയമാണ് ശരി എന്നായാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. ഒരിക്കലും നമുക്കത് നിയന്ത്രിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല സാർ. അയ്യോ, കഷ്ടമായി പോയി. എന്നാലും ആ പെങ്കൊച്ചനും അനിയനും ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ. എന്താ അമ്മേ? വേറൊന്നുമല്ല മോളെ, ദേ ഒരു പയ്യനെയും പെണ്ണിനെയും വണ്ടി ഇടിച്ചു. അയ്യോ, ടിപ്പർ ലോറി ഇടിച്ചത്. ശരീരം ചിതറിപ്പോയെന്ന വാർത്തയില്. രാജലക്ഷ്മി, ആഹാരം കഴിക്കുമ്പോഴെങ്കിലും ഫോണൊക്കെ ഒന്ന് മാറ്റിവെക്കേ. അല്ലെങ്കിൽ തന്നെ ഇവിടെയാണോ ഇതൊക്കെ പറയേണ്ട സ്ഥലവും സമയവും? അമ്മ എന്തിനാ രേഖയുടെ അമ്മയെ അതിന് വഴക്ക് പറയുന്നേ? കഴിക്കുന്ന കൂട്ടത്തിൽ ഒരു മരണ വാർത്ത കണ്ടപ്പോ പറഞ്ഞുന്നല്ലേ ഉള്ളൂ. എവിടെ എന്തൊക്കെ എപ്പോ പറയണോന്ന് അറിയാത്തോണ്ടല്ലേ? വിവരമില്ലാത്തവരാണെന്ന്
എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ആ ഒരു പരിഗണനയെങ്കിലും അമ്മ കൊടുക്കണ്ടേ? ഇവരെപ്പോ ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് വന്നാലും റിപ്ലൈ കൊടുക്കുന്നതാണ് നമ്മുടെ തെറ്റ്. അത് നമ്മളായിട്ട് അങ്ങ് നിർത്തണം. അപ്പോ എല്ലാം ശരിയാവും. രേഖയുടെ അമ്മ എന്താന്ന് വെച്ചാ പറഞ്ഞോ. ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. അതെന്താ രഘു, കൊള്ളിച്ചുള്ളൊരു വർത്തമാനം? കാര്യം അറിയാൻ ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ഇനി അതും പറഞ്ഞ് എന്റെ മോളും മരുമകനും വഴക്കിടണ്ട. വാർത്ത കണ്ടപ്പോ പരിചയക്കാരായതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞെന്നേ ഉള്ളൂ. പരിചയക്കാരോ? അതാരാ നമ്മുടെ പരിചയക്കാര്? പരിചയക്കാരെന്ന് പറഞ്ഞ നമ്മൾ ഒരു തവണ കണ്ടതേ ഉള്ളൂ. പക്ഷേ ഇവിടെ വേറെ പലർക്കും പറഞ്ഞാൽ അറിയും ആളിനെ. അന്ന് കൺമണിയുടെ ചേച്ചി എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി അനിയൻ ഇവിടെ കയറി വന്നില്ലേ? അവരുടെ കാര്യം വാർത്തയില്. ആ പെൺകുട്ടിയെ അനിയനെയും ഏതോ ടിപ്പർ ലോറി ഇടിച്ചെന്ന് മരിച്ചെന്ന വാർത്തയില്. അല്ലെങ്കിലും പൈസക്കൊക്കെ അഭിനയിക്കാൻ നടക്കുന്നവരല്ലേ. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് തന്നെയാ ഗതി. നമ്മുടെ തലയിൽ കയറാൻ തുടങ്ങിയിട്ട് രേഖയ്ക്ക് അമ്മയ്ക്ക് എന്താ അറിയേണ്ടത്? നമ്മളോട് ചോദിക്കേ. അറിയേണ്ടത് വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ്. ഇപ്പൊ ഈ സംസാരിക്കുന്നത് ആരാന്നറിയണം. അത്രേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ? എങ്കി ഇനി അതിലൊരു സംശയം വേണ്ട. നമ്മൾ പറയാം നമ്മൾ ആരാണെന്ന്. നമ്മള് ശ്രീലക്ഷ്മിയാ. ഈ ഇരിക്കുന്ന ആളിന്റെ ഭാര്യ ശ്രീലക്ഷ്മി. ആണോ? എങ്കിൽ ശരി. ഈ ഇരിക്കുന്ന ആളിന്റെ ആരുമല്ല ആ ദേവിയും കണ്ണനും. ഭർത്താവിനില്ലാത്ത എന്ത് ബന്ധമാ ഭാര്യയ്ക്കുള്ളത്? കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിന് മുന്നിൽ നിന്നും എഴുന്നേറ്റ് വെപ്രാളപ്പെട്ട് പോണമെങ്കിൽ മരിച്ചു എന്ന് പറഞ്ഞ ആൾക്കാര് നമ്മുടെ ഉറ്റവരോ ഉടയവരോ ആയിരിക്കണം. അങ്ങനെ ഞങ്ങൾക്കാർക്കും ഒരു തരത്തിലും ബന്ധമില്ലാത്ത അവരെങ്ങനെയാ ശ്രീലക്ഷ്മിക്ക് ഇത്രയും പ്രിയപ്പെട്ടവരാവുന്നത്? നീ ഇങ്ങനെ ഉത്തരം മുട്ടി നിൽക്കൊന്നും വേണ്ട ശ്രീലക്ഷ്മി. ഉത്തരം ഞാൻ തന്നെ പറയാം. ഈ
പറഞ്ഞവള് ശ്രീലക്ഷ്മിക്ക് ആരുമല്ലായിരിക്കാം, പക്ഷേ കൺമണിക്ക് ആരൊക്കെയോ ആണ്. ചേച്ചിയോ അനിയനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ.